ഈ തേങ്ങ നാളികേര കർഷകരുടെ ജീവിതത്തിലേക്കാണ്. വെളിച്ചെണ്ണയ്ക്ക് വില സർവകാല റെക്കോർഡിലാണ്. പക്ഷേ നാളികേരം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് കർഷകരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവുകയാണ്. കൃഷി വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് കേര കർഷകർ ഉന്നയിക്കുന്നത്. നാളികേരത്തിന്റെ നാട്ടിലെ കർഷകനിത് ദുരിതകാലം. 1 കിലോ നാളികേരത്തിന് വിപണിയിൽ 73 രൂപയാണ് വില. വില കൂടുന്നത് കർഷകർക്ക് സാധാരണ സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ അതല്ല ഇവിടുത്തെ അവസ്ഥ. കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറാണ്. പക്ഷേ അതിനൊത്ത ഉൽപാദനം ലഭിക്കുന്നില്ല. ഓരോ ദിവസവും നാളികേരത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിൽക്കാൻ നാളികേരം വേണ്ടേ? അതില്ല എന്നാണ് കർഷകർ പറയുന്നത്. നാളികേരത്തിന് വില ഉണ്ടായപ്പം സാധനം ഇല്ല. വില ഇല്ലാത്ത സമയത്ത് സാധനം ഉണ്ടായിരുന്നു ഒക്കെ ഇഷ്ടം പോലെ. അന്നാരും വലിപ്പിക്കാൻ നിൽക്കൂല. കാരണം ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറി അതിൻ്റെ കൂലിയും ചിലവും കഴിച്ചാൽ പിന്നെ അവർക്കൊന്നും കിട്ടൂല. അങ്ങനെ തൊഴിഞ്ഞു പോയിരുന്നു. ഇന്നത്തെ അവസ്ഥ അല്ല. ഇന്നിപ്പോൾ 2-3 നാളികേരൊക്കെ ഒരു തെങ്ങിൻ്റെ മുകളിലല്ലോ. തെങ്ങിനില്ലാത്ത രോഗങ്ങളില്ല. നാളികേരമുള്ള തെങ്ങുകളാകട്ടെ അത് വിരലിലെണ്ണാവുന്നത് മാത്രം. ഇത് നാളികേര കർഷകരെ മാത്രമല്ല മറ്റ് വ്യാപാരികളെയും പ്രതികൂലമായി ബാധിക്കുന്നു. വ്യാപാരികൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നാളികേരം നേരത്തെ കയറ്റി അയച്ചിരുന്നു. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പോലും നാളികേരം വിൽപ്പന നടത്താനാവാത്ത അവസ്ഥയാണ്. തെങ്ങുകയറ്റ തൊഴിലാളികളുടെ ജീവിതവും ഇത് പ്രതിസന്ധിയിലാക്കുന്നു. പലർക്കും ജോലിയില്ലാത്ത സാഹചര്യം. ഇപ്പൊ തെങ്ങിന്റെ മുകളിൽ കയറാന്ന് മാത്രമേ ഉള്ളൂ. ഒരു തെങ്ങിന്റെ മുകളിൽ 1, 2, 3 നാളികേരം ഉണ്ടാകുക. തേങ്ങയ്ക്ക് വില ഉണ്ട്. പക്ഷെ തെങ്ങിന്റെ മുകളിൽ നാളികേരം ഒന്നുമില്ല. തെങ്ങിന് എന്തോ സൂക്കട എന്താ വരുന്നതെന്ന് അറിയില്ല. കാലാവസ്ഥയാണോ എന്താണോ എന്ന് അറിയില്ല. പക്ഷെ മോശമാണ്. പണിയെടുക്കാൻ പോകുന്നത് ഞങ്ങൾക്കും തെങ്ങിന് മുകളിൽ കയറിയാലേ കൂലി ഉണ്ടാവുള്ളൂ. ചകിരിക്കും വില കൂടി. മാത്രമല്ല ഈ നാളികേരം മോഷ്ടിക്കാൻ എത്തുന്നവരെ പേടിക്കേണ്ട നിലയിലാണ്. തെങ്ങിനുണ്ടാകുന്ന രോഗമകറ്റാൻ നടപടി വേണം. കൃഷിവകുപ്പിന്റെ ഇടപെടൽ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നാളികേര കൃഷി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയാകും. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വെളിച്ചെണ്ണ വില അങ്ങനെ തിളച്ചു പൊന്തുമ്പോഴും പാവം പിടിച്ച കർഷകർ, നാളികേര കർഷകർക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നില്ല എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശരാശരി 1000 തേങ്ങയൊക്കെ കൊണ്ടുവരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു 200-300 തേങ്ങയാണ് ഒരു തോട്ടത്തിൽ കിട്ടുന്നത്. ഇപ്പോൾ തേങ്ങയുടെ വില സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല വിലയുണ്ട്. ഒരു 70 രൂപയോളം ഇപ്പോൾ കിലോയ്ക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണം ശരിക്കും കർഷകർക്കും കിട്ടുന്നില്ല, കച്ചവടക്കാരായ ഞങ്ങൾക്കും ഇതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല. 19 തെങ്ങോളം എനിക്കുണ്ട്. ഇപ്പോൾ നാളികേരത്തിനൊക്കെ ഇഷ്ടംപോലെ വില ഉണ്ട്. പോരാത്ത ചിരട്ടയ്ക്ക് വില ഉണ്ട്, ചേരിക്ക് വില ഉണ്ട്. എല്ലാത്തിനും നല്ല വിലയുള്ള ടൈമായിട്ട് വേണ്ട പോലെ ഫലം ഈ തെങ്ങുമെന്നൊന്നും നമുക്ക് കിട്ടണില്ല. എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളത് അറിയാൻ കഴിയണമില്ല. വീണ് പോവുക, മൊച്ചിങ്ങ വീണ് പോവുക, അതായത് തേങ്ങ ആകണതിന് മുമ്പ് വീണ, തേങ്ങ ആയാൽ തന്നെ ഉള്ളിൽ കാമ്പില്ലാത്തൊരവസ്ഥ. ഈ കാലാവസ്ഥൻ്റെ പ്രശ്നമാണോ അല്ല മറ്റു വിഷയമാണോ എന്നറിയില്ല. തെങ്ങിൻ്റെ മുകളിൽ തേങ്ങ ഇല്ല. തേങ്ങ ഉണ്ടെങ്കിൽ തന്നെ ഏത് രീതിയിലുള്ള മരുന്നുകൾ കാര്യങ്ങൾ ഉപയോഗിച്ചാലും അതിൻ്റെ മണ്ടരികൾ ഒഴിഞ്ഞ് കിട്ടണില്ല, പ്രയാസങ്ങൾ ഒഴിഞ്ഞ് കിട്ടണില്ല. അപ്പം സാധനത്തിന് വില ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. തേങ്ങ ഇല്ലാത്തവന് വില ഉണ്ടായിട്ടിട്ട് കാര്യം.